തലനാരിഴയ്ക്കാണ് ജിൻഡോയുടെ കൈക്കൊന്നും പറ്റാണ്ടിരുന്നത്. ചെറുതല്ലാത്ത രീതിയിലാണ് ആ ഒരു തീ ആളിയത്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു കാണും. കിച്ചൺ ഏരിയയിൽ ജിൻഡോയും അൻസിബയും കൂടെ വൈകുന്നേരത്തേനുള്ള എന്തോ ഒരു പലഹാരം എന്തോ ഉണ്ടാക്കുകയാണ്. ആ സമയത്ത് ജിൻഡോ എന്തോ ഒരു ബോൾ പോലുള്ള എന്തോ ഒരു സാധനം, എന്തോ 4 മണി പലഹാരം എന്തോ ആണ്, അത് ആ ഒരു കുക്കറിന്റെ അകത്തേക്ക് ഇടുന്നു. ആ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിന്റെ അകത്തേക്ക് ഇടുന്നു. ഇട്ട് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു പാത്രത്തിന്റെ മുകളിലേക്ക് തീ അങ്ങ് ആളുകയായിരുന്നു. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് തീ ആളിയത്. നിങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ടു കാണും. തൊട്ടടുത്ത് നിന്ന് അൻസിബയും ഋഷിയൊക്കെ പേടിച്ചു പോയി. പക്ഷെ ജിൻഡോയ്ക്ക് ഇത് അറിയായിരുന്നു. ജിൻഡോ ആ സംഭവം ഇട്ട് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ തീ ആളുമെന്നാണ് ഓർത്തത്. പക്ഷെ ഇത്രയും വലിയ ഹൈറ്റിൽ പൊങ്ങുമെന്ന് ജിൻഡോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇതേ സാധനം തന്നെ കഴിഞ്ഞ ദിവസം ജിൻഡോ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ തീ പൊങ്ങിയായിരുന്നു എന്ന് ജിൻഡോ അൻസിബയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു തീ ആളുന്നതിന്റെ തൊട്ട് മുൻപെയാണ് അൻസിബയുടെ അടുത്ത് ഈ ഒരു കാര്യം ജിൻഡോ പറഞ്ഞത്. ഇത് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ അടുത്ത സാധനം ഇട്ടപ്പോൾ പെട്ടെന്ന് തന്നെ തീ ആളിയത്. അപ്പോൾ അൻസിബ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ജിൻഡോ അത് അങ്ങനെ ഇടുന്ന സമയത്ത് ആ ഇടുന്ന സാധനത്തിൽ വെള്ളം കുറേ ഉണ്ടെങ്കിൽ അങ്ങനെ തീ ആളുമെന്ന് അൻസിബ അപ്പോൾ ജിൻഡോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായിരുന്നു കാരണം തീ ഉണ്ടാകാനുള്ള. എന്തായാലും ജിൻഡോയ്ക്ക് അറിയായിരുന്നു തീ വരുമെന്ന്. പക്ഷെ അത്രയും നല്ല ഹൈറ്റിൽ അത്രയും വലിയ രീതിയിൽ പൊങ്ങുമെന്ന് ജിൻഡോ പോലും ഓർത്തില്ല. എന്തായാലും ആർക്കും അപകടമൊന്നും പറ്റിയില്ല. ജിൻഡോ പെട്ടെന്ന് തന്നെ കൈ വലിച്ചത് കൊണ്ട് തീ ജിൻഡോയുടെ മേത്ത് ടച്ച് ചെയ്യാതെ അങ്ങ് പോയി. എന്തായാലും ആർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ല. ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.